കുരുതിക്കളമായി പശ്ചിമേഷ്യ. ഇസ്രയേൽ ഹമാസ് യുദ്ധം 7ാം ദിവസവും അയവില്ലാതെ തുടരുന്നു. ഗാസയിലെ സ്ഥിതി അതീവ ഗുരുതരമാണ്. തെക്കൻ ഗസയിൽ നിന്ന് 24 മണിക്കൂറിനുള്ളിൽ 11 ലക്ഷം പേർ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ നിർദ്ദേശിച്ചു. ഇസ്രയേൽ കരയുദ്ധത്തിലേക്ക് കടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് പുതിയ നീക്കം. നടപടി വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് UN പ്രതികരിച്ചു. കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, ഈജിപ്റ്റ് അടക്കം അതിർത്തി അടച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങോട്ട് പലായനം ചെയ്യും ഗസയിലെ ജനങ്ങൾ എന്നുള്ളത് വലിയൊരു ചോദ്യമായി നിൽക്കുന്നു. ഈ വിഷയത്തിനകത്ത് UN അടക്കം ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഏത് രീതിയിലേക്കുള്ള അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് നെതന്യാഹു? അപർണ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈജിപ്തിലേക്കുള്ള റഫ കവാടത്തിൽ കൂടെയാണ് ഈജിപ്തിലേക്ക് കടക്കാൻ കഴിയുക. യഥാർത്ഥത്തിൽ ഗാസയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പുറത്തേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ അത് കടക്കാൻ കഴിയുന്നത് ഈ റഫ കവാടത്തിലൂടെയാണ്. ഈജിപ്റ്റ് എന്തായാലും ആ റഫ കവാടം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈജിപ്തിനോട് കുറെ കൂടി അനുകൂലമായ നിലപാട് സ്വീകരിക്കണം, കുറെ പേരെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാവണം എന്നൊരു അഭ്യർത്ഥന വെച്ചിട്ടുണ്ട്. പക്ഷേ ഈജിപ്റ്റ് അടക്കം ഭയപ്പെടുന്നത് പൂർണ്ണമായും ഇപ്പോൾ ഈ നിമിഷം നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത ഒരു അന്ത്യശാസനം വന്നിരിക്കുന്നു. ഗസയുടെ തെക്ക് ഭാഗത്തുള്ള മുഴുവൻ പ്രദേശങ്ങളും ഏകദേശം 11 ലക്ഷത്തോളം ആളുകൾ വസിക്കുന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞ് അവർ വടക്ക് ഭാഗത്തേക്കോ അല്ലെങ്കിൽ മറ്റ് ഭാഗത്തിലേക്കോ മാറണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ അത്തരത്തിൽ മാറിയില്ലെങ്കിൽ അവിടേക്ക് കനത്ത ബോംബ് വർഷം ഉണ്ടാവുമെന്നും കരയുദ്ധത്തിന് മുന്നോടിയായി കൂടിയാണ് അത്തരം ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ 11 ലക്ഷം ആളുകൾക്ക് രാജ്യത്തിന്റെ പകുതി സ്ഥലത്ത് നിന്ന് ബാക്കി പകുതി സ്ഥലത്തേക്ക് മാറുക എന്നത് ഏറെക്കുറെ അസാധ്യമായ ഒന്നാണ്. UN അടക്കം ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. ആ സ്ഥലത്ത് നിന്ന് ആളുകൾ മാറണം, തെക്ക് ഭാഗത്തേക്ക് മാറണം. ഇങ്ങനെയുള്ളൊരു വലിയ മാറ്റത്തിലേക്ക് ആളുകളെ മാറ്റിയാൽ ആ 11 ലക്ഷം ആളുകളെ സ്വീകരിക്കാനുള്ള സംവിധാനമോ അല്ലെങ്കിൽ ആ ഭൂമിയിലേക്ക് നാളെ ഇസ്രായേൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള സാധ്യതയല്ല മുൻകൂട്ടി കണ്ടുകൊണ്ട് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. എന്നാൽ അത്തരത്തിൽ ആളുകളെ മാറ്റാനുള്ള ഒരു നീക്കം എന്തായാലും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത്തരം ആളുകൾക്ക് കൂടുതൽ നാശം സംഭവിക്കുന്ന രീതിയിലേക്ക് ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ മിലിറ്ററി ഓഫീസർ അത്തരത്തിലേക്ക് ഒരു മുന്നറിയിപ്പ് പലസ്തീന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഇപ്പോൾ ജനങ്ങൾ പ്രധാനമായും ഏകദേശം 4,30,000 ആളുകളുടെ വീടാണ് നഷ്ടപ്പെട്ടത്. അത്രയും പേർക്ക് വീടില്ലാത്ത ഒരവസ്ഥയിൽ ഇവരെല്ലാവരും UN സ്കൂളുകളിലാണ് ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഈ സ്കൂളുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ ഒരവസ്ഥയിലാണ്. UN സ്കൂളുകൾക്ക് നേരെ ബോംബ് വർഷം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവിടേക്ക് മിസൈലുകൾ പതിക്കില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ആളുകൾ ഇവിടേക്ക് അഭയം പ്രാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം ഏകദേശം 4 ലക്ഷത്തോളം ആളുകൾക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. ഈ ആശുപത്രികളെല്ലാം നിറഞ്ഞ് കവിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. ആശുപത്രികളിലേക്ക് വൈദ്യുതി ഇല്ല, ഓക്സിജൻ ഇല്ല, വെള്ളമടക്കം ശരിയായ രീതിയിൽ ലഭിക്കാത്ത അവസ്ഥയുണ്ട്. അവിടേക്കുള്ള വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ്. ആകെ ഒരു വൈദ്യുതി നിലയം മാത്രമാണ് ഗാസയിലുള്ളത്. ആ വൈദ്യുതി നിലയത്തിൽ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഇന്ധനമില്ല. ഇന്ധനത്തിൻ്റെ സപ്ലൈയും പൂർണ്ണമായും കട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമടക്കം റെഡ് ക്രോസ് അടക്കം ഉന്നയിച്ചിരുന്നു ഈ ആശുപത്രികളിലേക്കുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണം, ഇല്ലെങ്കിൽ ഈ ആശുപത്രികളൊക്കെ മോർച്ചറികളായി മാറുമെന്ന്. പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് കടുത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. ഇസ്രായേൽ പറയുന്നത് ബന്ദികളാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ 100-200 ആളുകളെ ബന്ദികളാക്കിയിട്ടുണ്ട്. ഈ ബന്ദികളെ വിടാത്തിടത്തോളം കാലം ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു മനുഷ്യത്വപരമായ സമീപനം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രികളാകെ
നിറഞ്ഞു കഴിയുന്ന ഓക്സിജൻ ഇല്ലാത്ത വൈദ്യുതി ഇല്ലാത്ത ഒരവസ്ഥയിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് ആളുകൾ കൂട്ടത്തോടെ സ്കൂളുകളിൽ അഭയം പ്രാപിച്ചുകൊണ്ട് UN സ്കൂളുകളിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. മറ്റൊരു ഭാഗത്ത് ഇപ്പോഴും ബോംബിങ്ങും എല്ലാം തീവ്രമായി തന്നെ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയുമാണ്. ഫലത്തിൽ ആ രാജ്യത്തെ സംബന്ധിച്ച് ഗാസയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളുടെ സ്ഥിതി അത്യന്തം ദയനീയമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. മറുഭാഗത്ത് ഇസ്രയേൽ ആദ്യം ഹമാസ് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൻ്റെ തീവ്ര മുഖങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ, അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചിത്രങ്ങൾ UN അടക്കം അയച്ചു കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് അടക്കം ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത്തരം ചിത്രങ്ങൾ അയച്ചു കൊടുത്ത് ലോകത്തിന് മുന്നിൽ ഈ തരത്തിലേക്കുള്ള കൊടും ക്രൂരതയാണ് ഹമാസ് തങ്ങളോട് ചെയ്തത് എന്ന് വ്യക്തമാക്കാൻ ഒരു ഭാഗത്ത് ശ്രമം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ചൈന ഈ ഹമാസിനെ അപലപിച്ചില്ല എന്നുള്ളതിൽ കടുത്ത നിരാശയും ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ലോകരാജ്യങ്ങളുടെ ഒരു ഇടപെടലാണ് പ്രധാനമായും പലസ്തീൻ ജനത ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി. പക്ഷേ നിലവിൽ അത്തരത്തിലേക്കുള്ള ശക്തമായ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ശക്തമായ രീതിയിൽ ഉണ്ടായിട്ടില്ല. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അടക്കമുള്ള ഇന്ത്യ അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഇസ്രയേലിനാണ് പിന്തുണ അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇസ്രയേലിൻ്റെ പിന്തുണയ്ക്കാണ് നിൽക്കുന്നത്. പക്ഷേ പലസ്തീനെ പിന്തുണയ്ക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളടക്കം ഇപ്പോഴും ആ തരത്തിലേക്ക് ഒരു ഇടപെടലിലേക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയോ സമാധാന ശ്രമത്തിനോ അല്ലെങ്കിൽ സമവായത്തിന് വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് കാര്യമായി വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ അത്തരമുള്ള ശ്രമം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. കിരൺ, അതോടൊപ്പം തന്നെ നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ത്യയിലേക്കുള്ള ഇന്ത്യക്കാരുടെ സംഘത്തെ തിരിച്ച് എത്തിക്കാനുള്ള ഓപ്പറേഷൻ അജയും തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു ഒഴിപ്പിക്കലിലേക്ക് കാര്യങ്ങൾ പോകുകയില്ല, ഇസ്രയേലിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല എന്നുകൂടി വിലയിരുത്തുകയാണോ ഇന്ത്യൻ ഭരണകൂടം? അപർണ, ഇന്ത്യൻ ഭരണകൂടം ഇത് ഒഴിപ്പിക്കലല്ല എന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ടെല്ലവീവിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടില്ല, വ്യോമഗതാഗതം ഇപ്പോഴും നിരോധിച്ചിട്ടില്ല. യുദ്ധം തുടങ്ങിയ 7-ാം തീയതി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അവിടത്തേക്കുള്ള റെഗുലർ സർവീസുകൾ നിർത്തിവെക്കുകയായിരുന്നു ഒരു സുരക്ഷയുടെ പേരിൽ. അല്ലാതെ അവിടെ മറ്റ് രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന ഒഴിപ്പിക്കൽ എന്ന് പറയുന്നത് ആ രാജ്യത്തേക്ക് വ്യോമമാർഗം എത്താൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുകയും പ്രത്യേക സുരക്ഷാ മുൻകരുതലോടുകൂടിയും സൈന്യത്തിൻ്റെയും ഒക്കെ അനുമതിയോടുകൂടി രണ്ട് ഭാഗത്തെയും സൈന്യത്തിൻ്റെ അനുമതിയോടുകൂടി വിമാനം ഇറക്കുകയും തിരിച്ചു കയറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അത്തരം അവസ്ഥയൊന്നും ടെല്ലവീവിൽ ഇപ്പോൾ ഇല്ല. ടെല്ലവീവിൽ സുഗമമായി വിമാനം ഇറക്കാനും അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവരാനുള്ള സൗകര്യമുണ്ട്. 18,000-ഓളം ഇന്ത്യക്കാരാണ് അവിടെയുള്ളത്. ഏകദേശം അതിൽ 5,000-6,000-ഓളം പേർ മലയാളികളാണ് എന്നുള്ള കണക്കുകൾ കൂടിയുണ്ട്. ഇതിൽ ഇതുവരെ തിരിച്ചു വന്നത് 212 പേർ മാത്രമാണ്. അവിടെ രജിസ്റ്റർ ചെയ്തതും ഇതിൽ മഹാഭൂരിപക്ഷം പേരും ഇങ്ങനെ മടങ്ങി വരാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആർക്ക് വേണമെങ്കിലും ഇന്ത്യക്കാർക്ക് എംബസിയിൽ രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ട്. ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് എന്ന രീതിയിലാണ് നിലവിൽ ആളുകളെ മടക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് മടങ്ങി വന്നിരിക്കുന്ന ആളുകളെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കേരളത്തിൽ നിന്ന് 7 പേരാണുള്ളത്. 7 പേരും അവിടെ പോസ്റ്റ് ഡോക്ടറേറ്റ് ഫെലോഷിപ്പിന് വേണ്ടി അവിടെ പഠിക്കുന്നവരാണ്, ആ ഗവേഷണം നടത്തുന്നവരാണ് 7 പേരും മടങ്ങി വന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ ജോലിക്ക് വേണ്ടി പോകുന്ന ആളുകൾ ആരും മടങ്ങി വന്നിട്ടില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ അവിടെ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അവിടുത്തെ ചില അതിർത്തി പ്രദേശങ്ങൾ ഒഴിച്ച് ബാക്കി സെൻട്രൽ മേഖലകളിലൊന്നും കാര്യമായ അങ്ങനെ യുദ്ധത്തിന് അന്തരീക്ഷമോ പ്രശ്നങ്ങളോ ഇല്ല. അതോടൊപ്പം തന്നെ ഈ പോയ ആളുകളൊക്കെ വലിയ പണം ചിലവഴിച്ചിട്ടാണ് അവരെ കൊണ്ട് കഴിയുന്നതും താങ്ങാൻ കഴിയുന്നതിലും ഒക്കെ വലിയ തുകയൊക്കെ ചിലവഴിച്ചിട്ടാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. അവർക്കെല്ലാം ഈ പണം മടക്കി നൽകണം, അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാമെന്നുള്ള വലിയ ലക്ഷ്യത്തിൽ പോയവരാണ്. ആരും അങ്ങനെ വലിയ പ്രധാനപ്പെട്ട ഉന്നത ജോലികളൊന്നും വഹിക്കുന്നവരല്ല. സാധാരണഗതിയിൽ കെയർ ഗിവിംഗ് അടക്കമുള്ള പ്രാഥമികമായ ജോലികൾ ചെയ്യുന്ന ആളുകളാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരേത് വിധേനയും അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത്. പക്ഷേ അവർക്കും ഇപ്പോൾ പറയുന്നത് അങ്ങനെ കാര്യമായ ഭൂരിപക്ഷ സ്ഥലങ്ങളിലും അവർക്ക് യുദ്ധത്തിൻ്റെ ഒരു ഭീതിയിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥയില്ല. ഒരു മലയാളി സ്ത്രീക്ക് മാത്രമാണ് നേരത്തെ പരിക്കേറ്റത്. അവരും ഇപ്പോൾ അവരുടെ നില ഭദ്രമാണ്, അവരും നില ഭേദമായി വരുന്നുണ്ട്. പക്ഷേ കടുത്ത ആശങ്ക സ്വാഭാവികമായും ഇങ്ങനെ ഒരു യുദ്ധം നിലനിൽക്കുന്ന രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് നിന്നുള്ള ആളുകൾ അവിടെ ജീവിക്കുമ്പോൾ വീട്ടുകാർക്കടക്കം ആ രാജ്യത്തിനടക്കം ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ആരെയും മടക്കി കൊണ്ടുവരാൻ തയ്യാറാണ്, അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത് മടങ്ങി വരണമോ വേണ്ടേ, അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കേണ്ടത് അവിടെ ജീവിക്കുന്ന മനുഷ്യരാണ്. അവർ പ്രധാനമായും പറയുന്നത് അവർ ഇപ്പോൾ സുരക്ഷിതരാണ്, അങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് ആ രാജ്യം അവർക്ക് സുരക്ഷ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തൽക്കാലം മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള നിലപാടിലാണ് ഭൂരിഭാഗം പേര് നിൽക്കുന്നത്. മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് മടങ്ങി വരാനുള്ള സംവിധാനവും രാജ്യം ഒരുക്കിയിട്ടുണ്ട്. കിരൺ ബാബു വിവരങ്ങൾ നൽകി. ഇതിനിടെ ഇസ്രയേലിൽ നിന്നുള്ള ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തി. ഓപ്പറേഷൻ അജയുടെ ഭാഗമായി മടങ്ങിയെത്ത 212 സംഘത്തിൽ 7 മലയാളികളുമുണ്ട്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും കേരള ഹൗസ് അധികൃതരും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. हम लोग को एक्चुअली डर नहीं लगता क्योंकि इजराइल की सिक्योरिटी बहुत स्ट्रांग है, लेकिन ये डर था कि कहीं कुछ हो जाए, कहीं कोई टेररिस्ट अटैक आ जाए, ऐसा कुछ है तो थोड़ा डर जाते हैं हम लोग. थोड़ा मतलब अब अपने देश आके एकदम से शांति मिल रही है. Very good operation, smooth operation, so like no issues and complaint regarding the operation. Initially situation बहुत खराब था. In my area it was fine, but yeah, the situation is still tense, so that's why we are here. It is very good initiative because in north there was chance that the situation can be worse,
because some of the rockets were fired from Lebanon. So, but inside Haifa, it was very safe. And yes, about the initiative, it's very good initiative because the situation can be escalated anytime. मैं कहूँगा सराहनीय ये स्टेप है और हमें बिलीव नहीं था कि इतना जल्दी जो है ये स्टेप हमारी गवर्नमेंट लेगी और इतना प्रॉम्प्ट रिस्पांस था एम्बेसी का। मैं कहूँगा कि हैट्स ऑफ उनके लिए ईच एंड एवरी मेंबर ऑफ द एम्बेसी। अच्छा महसूस हो रहा है एंड मैं बहुत ही थैंकफुल हूँ गवर्नमेंट ऑफ इंडिया से कि वो इतना अच्छा अरेंजमेंट किए लाने के लिए। मैं इंडियन गवर्नमेंट से कहना चाहूँगा कि मिनिस्ट्री ऑफ एक्सटर्नल अफेयर्स का बहुत ही ट्रिमेंडस जॉब है, बहुत बढ़िया काम किया उन्होंने और धीरे धीरे हमारे जो और बाकी बचे हुए भाई लोग हैं और जो सहपाठी लोग हैं वो भी आगे आ जाए तो ये बेहतर होगा। फैमिली बहुत ही पैनिक, सब डरे हुए थे कि क्या होगा, मतलब तुम लोग घर वापस आ जाओ। फिर कहते कि मतलब फ्लाइट नहीं है, बट दे आर ऑल्सो थैंकफुल फॉर आवर ऑपरेशन अजय एंड हमारे प्राइम मिनिस्टर के लिए थैंकफुल है और हमारे एक्सटर्नल अफेयर्स के लिए भी थैंक यू। और हमारी एम्बेसी है इजराइल में, वो भी वर्क कर रही है, सारे इंडियंस के अटैच में हैं, वो उनके तहत हम लोग फील कर रहे थे कि हम लोग सेफ हैं। वी आर इन कॉन्टैक्ट विद आवर नेशन। As you know, today is the first flight of Operation Vijay, and this is completely in keeping with our Prime Minister's vision, Prime Minister's determination that our government, his government, will never leave any Indian behind. Any Indian anywhere in the world that finds himself or herself in harm's way, our government, our Prime Minister is determined to protect them, bring them back home safely, and I'm very glad this plane load of students and Indians have managed to fly back safely, and I think in a lot of ways we are deeply grateful to our Prime Minister and of course everybody involved, the Minister Jaishankar, the team at the External Affairs Ministry, the flight crew of this Air India flight for making this possible, for bringing our children back home safely and soundly and back home to their loved ones. And this is certainly something that is a signature of our government, that we leave no Indian behind in harm's way. Stay calm, be in touch with the embassy there because the government of India will certainly make all the efforts that are necessary to bring you back home safe and to reunite you with your families. This is something that our government has done repeatedly, will always do. Every time that an Indian finds himself in harm's way, our government will step up and do whatever is necessary to bring them back home safely. മലയാളി സംഘം ഡൽഹിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പുറപ്പെട്ടു. 2:30 ഇവർ നെടുമ്പാശ്ശേരിയിലെത്തും. തുടർ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിലായി ഡൽഹി കേരള ഹൌസിൽ കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. ഇന്ത്യ തീവ്രവാദത്തിനെതിരെ പോരാടുമെന്ന് P20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏത് രൂപത്തിലുള്ള തീവ്രവാദമായാലും ചെറുത്ത് തോൽപ്പിക്കണം. തീവ്രവാദത്തിനെതിരെ UN അംഗരാജ്യങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്തത് ഖേദകരമാണെന്നും തീവ്രവാദം ലോകത്തിനാകെ വെല്ലുവിളിയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. अब दुनिया को भी एहसास हो रहा है कि टेररिज्म दुनिया के लिए कितनी बड़ी चुनौती है. टेररिज्म चाहे कहीं भी होता हो, किसी भी कारण से होता हो, किसी भी रूप में होता हो, लेकिन वो मानवता के विरुद्ध होता है. ऐसे में टेररिज्म को लेकर हम सभी को लगातार सख्ती बरतनी ही होगी. हालांकि इसका एक वैश्विक पक्ष और है जिसकी तरफ मैं आपका ध्यान आकर्षित करना चाहता हूं. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ മറയാക്കി തട്ടിപ്പ് നടത്തിയ കേസിൽ ഹരിദാസിനെ സാക്ഷിയാക്കാമെന്ന് നിയമോപദേശം. വ്യാജ വിവരം നൽകിയതിന് ഹരിദാസിനെതിരെ മറ്റൊരു കേസ് കൂടി എടുക്കാമെന്നും നിയമോപദേശമുണ്ട്. കേസിലെ 1-ാം പ്രതി അഖിൽ സജീവിനെ കോടതി കന്റോൺമെന്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. അന്വേഷണം പൂർത്തിയായാൽ മറുപടിയെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ മറയാക്കി തട്ടിപ്പിന് ശ്രമിച്ച സംഭവം 2 കേസായി പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നീക്കം. അഖിൽ മാത്യുവിന്റെ പരാതിയിലെടുത്ത കേസിൽ ഹരിദാസിനെ സാക്ഷിയാക്കാമെന്നാണ് നിയമോപദേശം. നിയമനത്തിന്റെ പേരിൽ ഹരിദാസിനും വഞ്ചനയ്ക്ക് ഇരയായ പശ്ചാത്തലത്തിലാണിത്. വ്യാജ വിവരം നൽകിയതിന് ഹരിദാസിന്റെ പേരിൽ മറ്റൊരു കേസെടുക്കാമെന്നും നിയമോപദേശത്തിലുണ്ട്. ഇത് മുൻനിർത്തി ഹരിദാസിനെതിരെ മറ്റൊരു കേസെടുക്കുന്നതിനെക്കുറിച്ച് പോലീസ് ആലോചിക്കും. കേസ് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണത്തിന്
ആരോഗ്യമന്ത്രി തയ്യാറായില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ പ്രതികരിക്കും, ഇപ്പോഴല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അന്വേഷണം പൂർത്തിയാവട്ടെ. കേസിൽ അഖിൽ സജീവനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 അഖിൽ സജീവനെ കസ്റ്റഡിയിൽ വിട്ടത്. ഗൂഢാലോചന നടത്തിയത് മലപ്പുറത്തെന്നാണ് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത്. 5 ദിവസം കസ്റ്റഡി വേണമെന്ന് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടു. 17 വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. നിലവിൽ കേസിലെ മറ്റു പ്രതികളായ റയീസും ബാസിത്തും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് ഗൂഢാലോചന കണ്ടെത്താനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. കാടിറങ്ങുന്ന വന്യത. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലെത്തുന്നത് സംസ്ഥാനത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയിൽ കരടിയും പെരുമ്പാമ്പും കാട്ടുപോത്തും അടക്കമാണ് ഇപ്പോൾ ഭീതി വിതയ്ക്കുന്നത്. പാലോട് ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം കാടിറങ്ങിയെത്തിയത് കരടിയാണ്. പാണ്ഡ്യൻപാറ മേഖലയിലെ വനംവകുപ്പിന്റെ 2 ജണ്ടകൾ തകർത്ത് കരടി തേൻ കുടിച്ചെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനിടെ തിരുവനന്തപുരത്തെ ജനവാസ മേഖലയിൽ പെരുമ്പാമ്പ് ശല്യവും രൂക്ഷമാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 10ഓളം പെരുമ്പാമ്പുകളെയാണ് പിടികൂടിയത്. കരടി ഭീതി വിതയ്ക്കുന്ന പാലോട് നിന്നും ഡാൻ കുര്യൻ, ഐശ്വര്യ അനിൽ എന്നിവരുടെ റിപ്പോർട്ടുകളിലേക്ക്. തിരുവനന്തപുരം പാലോട് കരിമൺകോടിനും പാണ്ഡ്യൻപാറയ്ക്കും സമീപമുള്ള വനപ്രദേശത്താണ് കരടിയുടെ സാന്നിധ്യം സംശയിക്കപ്പെടുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ജണ്ട തകർത്ത് തേൻ കുടിച്ച് കരടി മടങ്ങിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ നിന്ന് കരടിയുടെ കാൽപ്പാടടക്കം നാട്ടുകാർ കണ്ടെന്നും പറയുന്നു. കാൽപ്പാടിന്റെ ചിത്രമടക്കം വനം വകുപ്പിന് നാട്ടുകാർ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടെന്ന് പറയുന്നത് ഒരു 3 ദിവസം മുമ്പ്, കരിമൺകോട്ട് ഒരാഴ്ച മുമ്പ്. അപ്പം 3 ദിവസം മുമ്പാണ് ഇവിടെ വന്ന് ഇത് തകർത്തത്. ഇതും തകർത്ത് തൊട്ടടുത്ത് തന്നെ ഇതുപോലത്തെ 2 ജണ്ട വീണ്ടും തകർത്തിട്ടുണ്ട്. മുമ്പ് കുരങ്ങന്മാർ ശല്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാട്ടുപോത്ത്, കരടി, ഇനി അടുത്ത് എന്താണ് വരാനുള്ളതെന്ന് അറിയാൻ വയ്യ. പന്നിയായിരുന്നാലും കുരങ്ങായിരുന്നാലും കാട്ടുപോത്തായിരുന്നാലും എല്ലാ ഐറ്റ മൃഗങ്ങളും ഉണ്ട്. ഇപ്പൊ ഇതിനാണ് എല്ലാവർക്കും ഏറ്റവും പേടിയെന്ന. തൊട്ടടുത്ത ജനവാസ മേഖലയാണ്. വീടിന് പുറത്തേക്കിറങ്ങാനും ജോലിക്ക് പോകാനും പോലും ജനങ്ങൾ ഭയപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 2 കരിമൺകോടും പാണ്ഡ്യൻപാറയിലുമുള്ള വനമേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട കരടി അതൊന്നു തന്നെയാണ് എന്നുള്ളതാണ് വനം വകുപ്പിന്റെ കണ്ടെത്തൽ. എന്തായാലും റബ്ബർ ടാപ്പിങ്ങിനോ അല്ലെങ്കിൽ മറ്റു തൊഴിലിനോ വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. 4ഓളം കാട്ടുപോത്തുകളാണ് ആദ്യം ഈ പ്രദേശത്ത് വന്നത്. ഇപ്പോൾ ഏകദേശം 20ലധികം കാട്ടുപോത്തായിട്ട് പെറ്റുവരികയാണ്. അതുപോലെ തന്നെ കരടി വന്നതിന് ശേഷം ഇവിടെ ആൾക്കാർ നിങ്ങൾ തന്നെ വന്നപ്പോൾ കണ്ടു കാണും, പലരും പുറത്തിറങ്ങുന്നില്ല. ഈ പ്രദേശത്ത് ടാപ്പിംഗ് ആണ് പ്രധാനമായിട്ട്. ടാപ്പ് ചെയ്യാൻ ആളുകൾ വരുന്നില്ല. ഒരു തൊഴിലുറപ്പ് പണിയൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്മൾ കൃഷി എല്ലാം എന്ത് ചെയ്തിരുന്നാലും അത് കാട്ടുപന്നിയും കാട്ടുകുരങ്ങനും പിന്നെ ഈ ഇപ്പൊ കരടിയും കൂടെ ഇറങ്ങിയപ്പോഴാണ് ഉറക്കം നഷ്ടപ്പെട്ടു. 2 ദിവസം കൊണ്ട് ഉറക്കമില്ല എന്നുള്ളതാണ്. പാലോട് റേഞ്ചിന് കീഴിലെ പാണ്ഡ്യൻപാറ കരിമൺകോട് ജനവാസ മേഖലയിൽ 2 ആഴ്ച മുമ്പാണ് കരടിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നതിനപ്പുറം ഉറക്കം കെടുത്തുന്ന അവസ്ഥയിലേക്ക് കൂടി കരടിയുടെ സാന്നിധ്യം എത്തിയതോടെ കൂടുവെച്ചുകൊണ്ട് അതിനെ പിടികൂടുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. ക്യാമറ ട്രാപ്പ് വെച്ചിരുന്നു. ഇങ്ങനെ സംശയം അറിയിച്ചതുകൊണ്ട് ക്യാമറ ട്രാപ്പിലൊന്നും നമുക്ക് കരടിയുടെ ഇമേജുകളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പം ഇന്നലെ നമ്മൾ അനുമതി വാങ്ങിച്ചിട്ട് പിന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കരടിക്ക് കൂട് നമ്മൾ ട്രാപ്പിംഗ് കേജ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇപ്പം പാലോട് റേഞ്ചിൽ തന്നെ ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീം നമ്മളിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവര് കണ്ടിന്യൂസ് ആയിട്ട് പെട്രോളിങ്ങും സ്റ്റാഫിന്റെ സെക്ഷൻ സ്റ്റാഫും ബറവന്നൂർ സെക്ഷൻ പരിധിയിലാണ്. അപ്പൊ സെക്ഷൻ സ്റ്റാഫും ബാക്കി റേഞ്ച് ഓഫീസർ എല്ലാവരുടെ നേതൃത്വത്തിൽ ഈ ഒരു പെട്രോളിംഗ് മറ്റും ശക്തമാക്കിയിട്ടുണ്ട്. അധികാരികളുടെ അടിയന്തരമായ ഇടപെടൽ തന്നെയാണ് ജനവാസ മേഖലയിലെ ഓരോ മനുഷ്യരും പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും ഒരു അക്രമമുണ്ടായാൽ ഇവിടെ നിന്നും മറുകരയിലേക്ക് എത്താൻ ഒടിഞ്ഞു വീഴാറായ ഈ പാലം മാത്രമാണ് ഇവർക്ക് ആശ്രയം. ആശങ്കയുടെ നടുവിൽ കഴിയുന്ന ആ ജനങ്ങളുടെ ദുരിതം കാണാൻ ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയോടെ ഐശ്വര്യ അനിലിനും ക്യാമറമാൻമാരായ സി വിനോദിനും അരുൺ പാലോടിനുമൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. തിരുവനന്തപുരത്ത് മലയോര മേഖലകളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ പെരുമ്പാമ്പ് ശല്യം രൂക്ഷം. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ പിടികൂടിയത് 10ഓളം പെരുമ്പാമ്പുകളെയാണ്. വെള്ളനാട് ചാങ്ങയിൽ ഭീതി പടർത്തിയത് 2 പെരുമ്പാമ്പുകൾ. ആര്യനാട് 4 ദിവസങ്ങളിലായി 4 പെരുമ്പാമ്പുകളെ പിടികൂടി.
വിതുരയും പെരുമ്പാമ്പുകളുടെ വിളയാട്ടം. മലവെള്ളത്തിലൂടെ ഒഴുകി വരുന്നതാണ് പലതും. ഭക്ഷണം തേടിയെത്തുന്നവയുമുണ്ട്. പെരുമ്പാമ്പുകൾ ഭീതി വിതയ്ക്കുമ്പോൾ വിളിച്ചാൽ ഓടിയെത്തുന്ന വനം വകുപ്പിന്റെ RRT സംഘങ്ങളാണ് ജനങ്ങൾക്ക് ആശ്വാസം. ന്യൂസ് 18 തിരുവനന്തപുരം. നെയ്യാറ്റിൻകര ചീനിക്കാലയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. ചീനിക്കാല സ്വദേശികളായ സാബു ജോസഫ്, ലിജിമോൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. തോളലിലാണ് സാബു ജോസഫിന് പരിക്ക്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം വിതുരയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഇന്നലെ രാത്രി കുണ്ടയം 8 ഏക്കറിലാണ് ഒറ്റയാനിറങ്ങിയത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന പ്രദേശത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ഒടുവിൽ പോലീസും വനവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് കാട്ടാനയെ വനത്തിലേക്ക് കടത്തിവിടുകയായിരുന്നു. വിഴിഞ്ഞത്ത് കട്ടമര തൊഴിലാളികളുടെ നഷ്ടപരിഹാര തുക കൂട്ടി ഉത്തരവിറക്കി സർക്കാർ. 53 തൊഴിലാളികൾക്കായി 4.22 ലക്ഷം രൂപ വീതം നൽകും. TG സജിത്ത് ചേരുന്നു. സജിത്ത്, കൂടുതൽ നഷ്ടപരിഹാരം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യമടക്കം വിശദാംശങ്ങൾ എന്താണ്? അപർണ, ഞായറാഴ്ചയാണ് വിഴിഞ്ഞത്ത് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. ഇതിന് മുന്നോടിയായി സർക്കാർ ലത്തീൻ അതിരൂപതയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിഴിഞ്ഞത്തെ ഏറ്റവും പ്രശ്നപരിഹാര പ്രതിസന്ധിയായി നിന്നിരുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചതനുസരിച്ച് അവർക്ക് നൽകിയിരുന്നില്ല എന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിഴിഞ്ഞത്തെ നഷ്ടപരിഹാര തുക ഉയർത്തിയിരിക്കുന്നത്. 53 തൊഴിലാളികൾക്ക് 4.22 ലക്ഷം രൂപ വീതം നൽകാനാണ് വർദ്ധിപ്പിച്ചു കൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൂടുതൽ നഷ്ടപരിഹാരം അവിടെ തൊഴിലും ഉപജീവനവും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട തീരുമാനം. എന്തായാലും ഇതിനോട് ലത്തീൻ അതിരൂപത എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ ഈ ലത്തീൻ അതിരൂപത നേരത്തെ തന്നെ വിഴിഞ്ഞം വിഷയത്തിൽ സമരപ്രഖ്യാപനം നടത്തി അവിടെ വലിയ സമരമൊക്കെ നടത്തിയതാണ്. ഇന്നും രാവിലെയും ലത്തീൻ അതിരൂപതയുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ക്ഷണം ഉണ്ടായിട്ടൊന്നുമില്ല. അതുകൊണ്ട് സർക്കാർ അവിടെ നടത്തുന്ന നാടകമാണ് തുടങ്ങിയ നിലപാടുകളെടുത്ത് സർക്കാരിനെതിരെ ശക്തമായി അവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനിടയിൽ തുറമുഖ സെക്രട്ടറി അദീന അബ്ദുള്ള തോമസ് ജെ നെറ്റോ, അതായത് ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയെ നേരിട്ട് കാണുകയും അദ്ദേഹത്തെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അനുനയ നീക്കങ്ങൾ സർക്കാർ തലത്തിലും മറ്റൊരു തലത്തിലും നടക്കുന്നുണ്ട്. അങ്ങനെ ലത്തീൻ അതിരൂപതയെ ഒപ്പം നിർത്തി വിഴിഞ്ഞ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കമാണിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മന്ത്രി സജി ചെറിയാനും വിഴിഞ്ഞത്ത് അവിടുത്തെ ഇടവക നേതൃത്വവുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകി. വിഴിഞ്ഞത്ത് തുറമുഖത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കാനിരിക്കെ സർക്കാരിനെതിരായ നിലപാട് ലത്തീൻ സഭ കടുപ്പിക്കുകയുമാണ്. കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് നൽകിയ ഉറപ്പുകളൊന്നും സർക്കാർ പാലിച്ചില്ല. ഉദ്ഘാടനത്തിന്റെ പേരിൽ നടക്കുന്നത് തട്ടിപ്പാണെന്നും ലത്തീൻ സഭ ആരോപിക്കുന്നു. ഞങ്ങളെ വിശ്വാസത്തിലെടുത്ത് സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പടിപടിയായി നടപ്പിലാക്കാൻ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആളുകളെ ഈ ക്യാമ്പുകളിൽ കഴിഞ്ഞ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് സംബന്ധിച്ച് ആ സർക്കാർ മാത്രമല്ല ഞങ്ങളും കൂടെ ഇടപെട്ടതുകൊണ്ടാണ് ഈ ആളുകൾക്കൊക്കെ 7000 രൂപയ്ക്ക് വീട് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായത്. ഞങ്ങൾ വികസന പ്രവർത്തനത്തിനും അതിനോട് അനുബന്ധിച്ച് സർക്കാരിനുമായിട്ട് എന്നും സഹകരിക്കുന്ന ഒരു സമീപനം എടുത്തിട്ടുണ്ട്. അത് UDF സർക്കാരാണെങ്കിലും LDF സർക്കാരാണെങ്കിലും ഈ സംസ്ഥാനത്ത് ഭരിച്ച സർക്കാരുകളോടൊക്കെ സഭ എന്നും വളരെ യോജിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. നമ്മുടെ രാജ്യത്ത് ഒരു വികസനം വരുമ്പോൾ ദ പീപ്പിൾ അഫക്റ്റഡ് ആൻഡ് ദ പീപ്പിൾ എവിക്റ്റഡ്, ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥ ഉറപ്പുവരുത്തുന്ന പ്രോത്സാഹനകരമായ ഒരു സമീപനമാണ്. അപ്പം ഞാൻ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് തീർച്ചയായിട്ടും പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന് അത്തരം ആവശ്യങ്ങളുണ്ട്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ സുരക്ഷാ ചുമതല CASFന് കൈമാറിയേക്കുമെന്ന് സൂചന. ആദ്യ കപ്പൽ എത്തിയതിന്റെ ഭാഗമായി വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തുറമുഖത്ത് ഒരുക്കിയിരിക്കുന്നത്. തുറമുഖം ഉൾപ്പെടുന്ന അതീവ സുരക്ഷാ മേഖലയിലേക്ക് പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. തുറമുഖം
രാജ്യത്തിന് സമർപ്പിക്കുന്നതോടെ സുരക്ഷാ ചുമതല CISFന് കൈമാറുന്നതിനുള്ള കൂടിയാലോചനകളാണ് പുരോഗമിക്കുന്നത്. തിരുവനന്തപുരം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ 300 പോലീസുകാരെയാണ് തുറമുഖ കവാടത്തിലും പരിസരത്തുമായി നിലവിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇന്ത്യ റിസർവ് ബറ്റാലിയനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും കവാടത്തിലുണ്ട്. കോസ്റ്റൽ പോലീസിന്റെ 10 ബോട്ടുകളിലാണ് ചൈനയിൽ നിന്നെത്തിയ ചരക്ക് കപ്പലിന് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. തുറമുഖത്തിന്റെ അതീവ സുരക്ഷാ മേഖലയിൽ പൊതുജനങ്ങൾക്കടക്കം ദൃശ്യങ്ങൾ പകർത്തുന്നതിന് കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. രാജ്യാന്തര കപ്പൽചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള വിഴിഞ്ഞം തുറമുഖത്ത് വ്യോമ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ കപ്പലെത്തുന്നതിന്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഞായറാഴ്ച കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയടക്കം വിഴിഞ്ഞത്തേക്ക് എത്തുന്ന പശ്ചാത്തലത്തിൽ ശനിയാഴ്ച വൈകുന്നേരം മുതൽ പോലീസിന്റെ നിയന്ത്രണത്തിലാവും തീരമേഖലയും പരിസര പ്രദേശങ്ങളും. തുറമുഖ വിരുദ്ധ സമരത്തിൽ ഉൾപ്പെട്ടിരുന്ന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. IAS തലപ്പത്ത് അഴിച്ചുപണി. ദിവ്യ SIR വിഴിഞ്ഞം തുറമുഖ MD-യാകും. പത്തനംതിട്ട, കോഴിക്കോട്, ആലപ്പുഴ, മലപ്പുറം, കണ്ണൂർ, കൊല്ലം ജില്ലാ കളക്ടർമാർക്കും മാറ്റമുണ്ട്. വകുപ്പുകളുടെ ആധിക്യം കൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖ MD സ്ഥാനത്ത് നിന്ന് അദീല അബ്ദുള്ളയെ മാറ്റുന്നതെന്നാണ് വിശദീകരണം. നിലവിൽ ഫിഷറീസ് ഡയറക്ടർ സ്ഥാനവും ന്യൂനപക്ഷ കോർപ്പറേഷന്റെ ചുമതലയും വഹിക്കുന്ന അദീല അബ്ദുള്ള കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിഴിഞ്ഞം തുറമുഖ MD പദവിയിലെത്തിയത്. പത്തനംതിട്ട കളക്ടറായിരുന്ന ദിവ്യ SIRക്കാണ് വിഴിഞ്ഞം തുറമുഖം MD-യുടെ അധിക ചുമതല. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട് ഡയറക്ടറും ദിവ്യ SIR-ആണ്. A. ഷിബുവാണ് പത്തനംതിട്ടയിലെ പുതിയ കളക്ടർ. പത്തനംതിട്ടയ്ക്ക് പുറമെ കോഴിക്കോട്, ആലപ്പുഴ, മലപ്പുറം, കണ്ണൂർ, കൊല്ലം ജില്ലാ കളക്ടർമാർക്കും മാറ്റമുണ്ട്. ആലപ്പുഴ കളക്ടർ ഹരിത വി കുമാർ മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടറാകും. ജോൺ വി സാമുവലാണ് ആലപ്പുഴയുടെ പുതിയ കളക്ടർ. മലപ്പുറം കളക്ടർ VR പ്രേംകുമാറിനെ പഞ്ചായത്ത് ഡയറക്ടറായി നിയമിച്ചു. പ്രേംകുമാറിന് പകരം ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറായിരുന്ന വിനോദ് VR മലപ്പുറം കളക്ടറാകും. പ്രവേശന പരീക്ഷാ കമ്മീഷണറായിരുന്ന അരുൺ K. വിജയനാണ് കണ്ണൂർ കളക്ടർ. ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസർ സ്നേഹൽ കുമാർ സിംഗിന് കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ചുമതല നൽകി. കൊല്ലം കളക്ടർ അഫ്സാന പർവീനെ ഫുഡ് സേഫ്റ്റി കമ്മീഷണറായി നിയമിച്ചപ്പോൾ ദേവിദാസ് എന്നാണ് കൊല്ലം ജില്ലയുടെ പുതിയ കളക്ടർ. ന്യൂസ് 18 തിരുവനന്തപുരം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘം രജിസ്ട്രാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായി. നേരത്തെ വിവിധ രേഖകൾ സഹകരണ സംഘം രജിസ്ട്രാറോട് ED ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതൊന്നും രജിസ്ട്രാർ ഹാജരാക്കിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് ED കടന്നത്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഓഡിറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയും കഴിഞ്ഞ 10 വർഷത്തെ ഓഡിറ്റ് രേഖകളും റിപ്പോർട്ടിംഗ് ഓഫീസർമാരുടെ വിവരങ്ങളും സഹകരണ വകുപ്പ് EDക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. ബാങ്കിൽ വൻ തട്ടിപ്പ് നടന്നിട്ടും സഹകരണ സംഘം രജിസ്ട്രാർ ഇടപെടാത്തത് ദുരൂഹമാണെന്നാണ് EDയുടെ വിലയിരുത്തൽ. അതേസമയം കള്ളപ്പണം ഇടപാട് കേസിൽ കൊച്ചിയിലെ വ്യവസായി ദീപക് സത്യപാലിനെ ED ചോദ്യം ചെയ്ത് വിട്ടയച്ചു. രണ്ടാം പ്രതി PP കിരണിന്റെ ബിസിനസ് പങ്കാളിയാണ് ദീപക്. ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും ഹാജരാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ അർബൻ സഹകരണ ബാങ്കുകളുടെ ഇടപാടുകൾ പരിശോധിക്കാൻ RBI വിളിച്ച കേരളത്തിലെ അർബൻ സഹകരണ ബാങ്ക് പ്രതിനിധികളുടെ അടിയന്തര യോഗം കൊച്ചിയിൽ ചേർന്നു. ED റിപ്പോർട്ട് അനുസരിച്ച് കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടെന്ന് സംശയിക്കുന്ന പ്രാഥമിക സഹകരണ ബാങ്കുകളുമായി അർബൻ ബാങ്കുകൾക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാനായിരുന്നു യോഗം. കരുവന്നൂർ സഹകരണ ബാങ്കുമായി 2 അർബൻ ബാങ്കുകൾക്ക് സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് യോഗം ചേരുന്നത്. പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ PV ഗംഗാധരൻ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മൃതദേഹം 2 മണി മുതൽ 5 വരെ KTC ഓഫീസിലും 5 മുതൽ 9 മണി വരെ ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. നാളെ വൈകിട്ട് 6 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം. മാതൃഭൂമി സ്ഥിരം ഡയറക്ടറായിരുന്ന PVG മലയാളത്തിലെ എണ്ണം പറഞ്ഞ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവ് കൂടിയായിരുന്നു. കോഴിക്കോടിന്റെ മണ്ണിനോട് അത്രമേൽ ഇഴുകിച്ചേർക്കപ്പെട്ട മനുഷ്യനായിരുന്നു PV ഗംഗാധരൻ. വ്യവസായി എന്ന മേൽവിലാസത്തിനപ്പുറം സിനിമയിലും രാഷ്ട്രീയത്തിലും നാടകത്തിലും ഫുട്ബോളിലുമെല്ലാം അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞു കിടക്കുന്നു. അച്ഛൻ PV സ്വാമി പടുത്തുയർത്തിയ KTC ഗ്രൂപ്പായിരുന്നു PVGയുടെയും നെടുന്തൂൺ. സുജാതയിലൂടെ സിനിമാ മേഖലയിലെത്തി. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ കാണാക്കിനാവ്, ശാന്തം, ഒരു വടക്കൻ വീരഗാഥ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, അച്ചുവിന്റെ അമ്മ അടക്കം 20 സിനിമകൾ. ജയന്റെ അങ്ങാടിയും മമ്മൂട്ടിയും മോഹൻലാലും അണിനിരുന്ന വാർത്തയും സുരേഷ് ഗോപിക്ക് സൂപ്രധാന പദവി നൽകിയ ഏകലവ്യനുമെല്ലാം ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ PV ഗംഗാധരൻ നിർമ്മിച്ച സിനിമകളായിരുന്നു. പഠനകാലത്ത് KSUവിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ PVG AICC അംഗം വരെയായി. 2011 കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടിയെങ്കിലും പരാജയപ്പെട്ടു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ്, ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങി നിരവധി സംഘടനകളെ നയിച്ചു.
ഭാര്യ ഷെറിൻ, ഷെനുക, ഷെഗ്ന, ഷെർഗ എന്നിവർ മക്കളാണ്. ഉയരെ, ജാനകി ജാനെ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ PVGയുടെ മക്കളും സിനിമാ നിർമ്മാണ രംഗത്ത് സജീവമാണ്. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ സഹോദരനാണ്. ന്യൂസ് 18 കോഴിക്കോട്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KS സച്ചിദാനന്ദമൂർത്തി അന്തരിച്ചു. ബംഗളൂരുവിലായിരുന്നു അന്ത്യം. അടുത്തിടെ ശ്വാസകോശ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു. മലയാള മനോരമയുടെയും ദ വീക്കിന്റെയും ഡൽഹി റെസിഡന്റ് എഡിറ്ററായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ T. ശോഭീന്ദ്രന് വിട. ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. 76 വയസ്സായിരുന്നു. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം മുൻ മേധാവിയായിരുന്നു. പരിസ്ഥിതിയോട് എന്നും ചേർന്ന് ജീവിച്ച T. ശോഭീന്ദ്രന്റെ വസ്ത്രധാരണവും വ്യത്യസ്തമായിരുന്നു. പച്ചപ്പാന്റും പച്ച ഷർട്ടും പച്ചത്തൊപ്പിയുമായിരുന്നു സ്ഥിരം വേഷം. സംസ്ഥാനത്തെ വിവിധ പരിസ്ഥിതി സംരക്ഷണ പരിപാടികളിലെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. കോഴിക്കോട് കല്ലുത്താൻ കടവിലെ ഫ്ളാറ്റിന് തകരാറുകളുണ്ടെന്ന് സംബന്ധിച്ച് നിർമ്മാണ കമ്പനിയായ കാഡ്കോ ചുമരിലും മേൽക്കൂരയിലും വന്ന വിള്ളലുകൾ ചൂടുമൂലമാണ്. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി സ്വന്തം ചെലവിൽ നടത്തുമെന്നും കമ്പനി അറിയിച്ചു. കെട്ടിടത്തിന് ബലക്ഷയമില്ലെന്നും നിർമ്മാണത്തിൽ 100% വിശ്വാസമുണ്ടെന്നും കാഡ്കോ അവകാശപ്പെടുന്നു. കല്ലുത്താൻ കടവിലെ വിവാദ ഫ്ളാറ്റിൽ NIT സംഘം പരിശോധന നടത്താനിരിക്കെയാണ് കെട്ടിടത്തിൽ വിള്ളലുകളും ചോർച്ചയുമുണ്ടെന്ന് നിർമ്മാണം നടത്തിയ കമ്പനി തന്നെ തുറന്നു സമ്മതിച്ചത്. ചുമരിലും മേൽക്കൂരയിലും വിള്ളലുകളുണ്ട്. ഇത് താപവികാസം മൂലമാണ്. തകരാർ പരിഹരിക്കാവുന്നതാണ്. സ്വന്തം നിലയിൽ അറ്റകുറ്റപ്പണി നടത്തുമെന്നും കാഡ്കോ കമ്പനി ചെയ്തു കൊടുക്കാവുന്നതാണ്. അത് കുഴപ്പമില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്രയും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സിനാണ് ഈ വർക്ക് കൊടുത്തിട്ടുള്ളത്. അവർ റെഡിയാണ് അത് ചെയ്തു കൊടുക്കാൻ. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ അവർ റെഡിയാണ്. 16 കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന് ബലക്ഷയമില്ലെന്നും കാഡ്കോ അവകാശപ്പെടുന്നു. NIT സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ വ്യക്തത വരിക. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രോജക്റ്റിൽ 100% വിശ്വാസമുണ്ട്. മുകളിലെ ഒരു ടെറസ് ഫ്ലോറിൽ ടോപ്പ് ഫ്ലോറിൽ തെർമൽ എക്സ്പാൻഷൻ ക്രാക്സ് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് അനുബന്ധിച്ച് പുട്ടി ഇളകി പോയിട്ടുണ്ട്. സീലിംഗിൽ ചെയ്തിരുന്നത് പുട്ടി വർക്ക് ആയിരുന്നു, അത് ഇളകിയിട്ടുണ്ട്. അത് ഈ ഒരു കാരണം കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിന്റെ അന്വേഷണം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നടപടിയിലേക്ക് പോകാൻ പറ്റും. ഫ്ളാറ്റ് നിർമ്മാണം ആരംഭിക്കുമ്പോൾ 2 കിടപ്പുമുറികളുള്ള ഫ്ളാറ്റിനാണ് പദ്ധതി ഇട്ടതെന്ന വാദവും കമ്പനി തള്ളുന്നു. ഇതൊരു ഓപ്പൺ ബിഡിൽ വന്ന സാധനമാണ്. അതിൽ ആ ബിഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പ്ലാൻ അടക്കമാണ് വന്നത്. 1 BHK അപ്പാർട്ട്മെന്റ് 140 യൂണിറ്റ്സിന്റെ പ്ലാൻ അടക്കമാണ് ബിഡ് ചെയ്തത്. അതിൽ അങ്ങനെ വന്ന സാധനമാണ്. അത് ഓപ്പൺ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇന്നലെ വന്ന സാധനമില്ലല്ലോ. 2009 ബിഡ് ചെയ്ത സാധനമാണ്. അന്ന് മുതൽ അത് വളരെ ഓപ്പൺ ആണ് സാധനം. അതിൽ വേറെ ഒരു കൺഫ്യൂഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളമല്ല. നമുക്ക് തന്ന എഗ്രിമെന്റിലും അവർ വെച്ച പ്രപ്പോസലും 1 BHK ആണ്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കല്ലുത്താൻ കടവ് കോളനി ഒഴിപ്പിച്ച സ്ഥലത്ത് നിർമ്മിക്കുന്ന ആധുനിക വ്യാപാര സമുച്ചയത്തിന്റെ നിർമ്മാണ പരിപാലന വരുമാന ചുമതലകൾ 35 വർഷത്തേക്ക് കാഡ്കോയ്ക്കാണ്. ഇതിനു പകരമായാണ് സ്ഥലത്ത് താമസിച്ചിരുന്നവരെ പുനരധിവസിപ്പിക്കാനായി ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകിയത്. ന്യൂസ് 18 കോഴിക്കോട്. പ്രതിപക്ഷം വിജിലൻസിൽ പരാതി നൽകിയതോടെ കല്ലുത്താൻ കടവ് ഫ്ളാറ്റ് വിവാദം ഇനി നിയമ പോരാട്ടത്തിലേക്ക്. വിജിലൻസ് കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് UDF തീരുമാനം. നിർമ്മാണം പൂർത്തിയായി 4 വർഷത്തിനുള്ളിൽ സീലിംഗ് അടർന്നും ഭിത്തികളിൽ വിള്ളൽ വീണും നാശോന്മുഖമായ കല്ലുത്താൻകടവ് ഫ്ളാറ്റ് ഇടപാടിനു പിന്നിൽ വൻ അഴിമതി നടന്നതായാണ് UDF ആരോപണം. ഉദ്യോഗസ്ഥർക്കും കോർപ്പറേഷൻ ഭരണസമിതിക്കുമെതിരെ കേസെടുക്കണം. പരാതി വിജിലൻസ് അവഗണിച്ചാൽ കോടതിയെ സമീപിക്കും. ഈ രീതിയിൽ ഇനിയും ഒരു കാലതാമസം പാടില്ല. അല്ലെങ്കിൽ നിയമപരമായിട്ട് വിജിലൻസ് ഏത് രീതിയിലാണ് കേസുമായി മുന്നോട്ട് പോകുന്നതെന്ന് നോക്കി നീതി കിട്ടിയിട്ടില്ലെങ്കിൽ കോടതിയെ ഞങ്ങൾ ഈ വിഷയത്തിൽ സമീപിക്കും. ഏത് വിഷയത്തിലും പ്രതിഷേധവും പരാതിയുമാണ് പ്രതിപക്ഷ ശൈലിയെന്ന് മേയർ ബീന ഫിലിപ്പ്. NIT സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം ഫ്ളാറ്റിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കും. എന്തായാലും അവർ വന്ന് പരിശോധിച്ച ശേഷം എഞ്ചിനീയേഴ്സ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കും. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അതാ ഉള്ളത്. അതിങ്ങനെ ഇത്രമേയല്ല. അതായത് അതിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണി എന്നുള്ള രീതിയിൽ വളർന്നിട്ടില്ല എന്നാണ് ഒരു സാധാരണ ആളെ പറ്റി തോന്നുക. ബാക്കി വിശദമായി അവർ പരീക്ഷിക്കട്ടെ, അവർ പരിശോധിക്കട്ടെ, എന്നിട്ട് നമുക്കറിയാമല്ലോ. ഫ്ളാറ്റിലെ വിള്ളലുകൾക്കും ചോർച്ചയ്ക്കും വിശദീകരണവുമായി നിർമ്മാണ കമ്പനിയായ കാഡ്കോ രംഗത്തെത്തിയിരുന്നു. നഗരത്തിലെ ആധുനിക പച്ചക്കറി മാർക്കറ്റ് BOT വ്യവസ്ഥയിൽ കാഡ്കോയ്ക്ക് കൈമാറിയിരുന്നു. ഇതിന്റെ പകരമായാണ് 16 കോടി രൂപ മുതൽ മുടക്കി കമ്പനി ഫ്ളാറ്റ് നിർമ്മിച്ച് പദ്ധതിക്കായി ഒഴിപ്പിച്ചവർക്ക് കൈമാറിയത്. ന്യൂസ് 18 കോഴിക്കോട്. പാഠപുസ്തകങ്ങളിലെ ചിത്രം വര കുട്ടികളെ ഏൽപ്പിച്ച് SCERT. മുതിർന്ന കലാകാരന്മാർ വരച്ച ചിത്രങ്ങളായിരുന്നു ഇതുവരെ കുട്ടികളോട് കഥ പറഞ്ഞിരുന്നത്. കുട്ടികളെ കൊണ്ട് വരപ്പിച്ച് SCERT തീർക്കുന്നതും പുതുചരിത്രം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്.
ചിത്രരചന മത്സരമല്ല, ചരിത്രത്തിലേക്കാണ് ഇവർ വരച്ചു കയറുന്നത്. ഈ കുട്ടികൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ 1, 3, 5, 7, 9 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിൽ നിറയും. പുസ്തകങ്ങൾ കണ്ട് ഇവർക്ക് അഭിമാനിക്കാം, ആനന്ദിക്കാം. കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ ചിത്രരചനയിൽ A ഗ്രേഡ് നേടിയ പ്രതിഭകൾക്കാണ് ഈ സുവർണാവസരം. പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്ന ഓരോ ഘട്ടത്തിലും കുട്ടികളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അവരെയും കൂടെ അഭിപ്രായങ്ങൾ ഓരോ വിഷയത്തിലും എന്താണെന്ന് അറിയാനുള്ള ഒരു താല്പര്യമായിരുന്നു. അങ്ങനെ നമ്മളെ ശില്പശാലകൾ കുട്ടികളും കൂടെ അവരുടെ പങ്കാളിത്തം ഉണ്ടാകാൻ തുടങ്ങി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ അതിൻ്റെ പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. ഇനി വരാൻ പോകുന്ന അടുത്ത ഘട്ടം എന്ന് പറയുന്നത് 2, 4, 6, 8, 10 ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും ഈ ഒരു സമീപനം തന്നെയായിരിക്കും ആ പാഠപുസ്തകത്തിൻ്റെ രചനയിൽ നമ്മൾ സ്വീകരിക്കുക. വരച്ച ചിത്രങ്ങൾ അച്ചടിച്ചു വരുമല്ലോ എന്ന സന്തോഷത്തിലാണ് കുട്ടികളും. വളരെ സന്തോഷം തോന്നുന്നു. ഞങ്ങൾക്ക് കിട്ടാൻ വെച്ച ഏറ്റവും നല്ല അവസരമാണ്. അടുത്ത വർഷത്തെ പാഠപുസ്തകത്തിലേക്ക് ഒരവസരം കിട്ടാന്ന് വെച്ചാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങൾക്ക് 9 പേർക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പാഠപുസ്തകം കണ്ട് അതിനകത്തുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ ഭയങ്കര അതിശയം തോന്നിയിട്ടുണ്ട്. ഇത് ആരാണ് വരയ്ക്കുന്നതെന്ന്. പിന്നെ ഇതിൽ വരയ്ക്കാൻ കിട്ടിയ ഒരു അവസരം കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം, പിന്നെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഇതെങ്ങനെ ചെയ്യും. പിന്നെ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് വളരെ അത്ഭുതം തോന്നി. നമ്മൾ തന്നെ ചെയ്ത് വരയ്ക്കുന്ന പടങ്ങൾ പിള്ളേർ പഠിക്കുമ്പോൾ അവർ കാണൂലോ എന്നുള്ളൊരു സന്തോഷം. ഐശ്വര്യാനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം. പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര വിതരണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പ്രൊഫസർ MK സാനുവിനെ പുരോഗമന കലാസാഹിത്യ സംഘം വിലക്കിയതിനെ ചൊല്ലി വിവാദം. സാനുമാഷ് കേരളത്തിന്റെ പൊതുസ്വത്താണെന്നും പുകസ താലിബാനിസം നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും പണ്ഡിറ്റ് കറുപ്പൻ വിചാരവേദി കുറ്റപ്പെടുത്തി. നടൻ സുരേഷ് ഗോപിക്ക് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നൽകുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്നാണ് പ്രൊഫസർ MK സാനുവിനെ പുരോഗമന കലാസാഹിത്യ സംഘം വിലക്കിയത്. പണ്ഡിറ്റ് കറുപ്പനെ അവഹേളിക്കുന്ന നിലപാടാണ് പുകാസയുടേതെന്ന് പണ്ഡിറ്റ് കറുപ്പൻ വിചാരവേദി കുറ്റപ്പെടുത്തി. പുകാസ താലിബാനിസം നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും വിഷയത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം മാപ്പ് പറയണമെന്നും വിചാരവേദി സെക്രട്ടറി CG രാജഗോപാൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ സാഹിത്യകാരന്മാരെ പുകാസയുടെ കീഴിൽ അണിനിരത്തുവാനാണ് ശ്രമിക്കുന്നത്. സാനുമാഷിന് തിട്ടൂരം കൊടുക്കുവാനും താലിബാൻ മോഡൽ ഹഫ്ത പുറപ്പെടുവിക്കാനും പോകരുത് എന്ന് പറയുവാനും പുകാസയ്ക്ക് എന്ത് അധികാരമാണ് ഉള്ളത് കേരളത്തിൽ? ചടങ്ങിൽ സാനുമാഷ് എത്താത്ത സാഹചര്യം ഖേദകരമെന്ന് സുരേഷ് ഗോപിയും അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം ചടങ്ങിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിന്നതല്ലെന്ന് സാനുമാഷും പ്രതികരിച്ചു. മനഃപൂർവ്വം എന്നുള്ള വാക്ക് തെറ്റാണ്. അതിന് വരാൻ സാധിച്ചില്ല. വായിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് മാത്രം മനസ്സിലാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ യുവം പരിപാടിയിലും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ ചടങ്ങുകളിലും നേരത്തെ സാനുമാഷ പങ്കെടുത്തിരുന്നു. വിശ്വഹിന്ദു പരിഷത്തും പണ്ഡിറ്റ് കറുപ്പൻ വിചാരവേദിയും സംയുക്തമായാണ് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത്. ന്യൂസ് 18 കൊച്ചി. റിലയൻസ് ഫൗണ്ടേഷനെയും നിത അംബാനിയെയും അഭിനന്ദിച്ച് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ബാഷ്. നവി മുംബൈയിലെ റിലയൻസ് ഫൗണ്ടേഷൻ യങ് ചാമ്പ്സ് അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരവും മതിപ്പുളവാക്കുന്നതാണെന്നും തോമസ് ബാഷ് അഭിപ്രായപ്പെട്ടു. നിർധനരായ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും കായിക പരിശീലനവുമാണ് അക്കാദമി നൽകുന്നത്. ഒരു ഉയർന്ന തലത്തിലുള്ള അത്ലറ്റാക്കി മാറ്റാൻ പര്യാപ്തമായ പരിശീലനമാണ് ഇവിടെ. ഇന്ത്യയിൽ ഒളിമ്പിക് മൂല്യ വിദ്യാഭ്യാസ പരിപാടിയുടെ വിജയത്തിനായി റിലയൻസ് ഫൗണ്ടേഷനുമായി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഒരു പുതിയ സഹകരണ കരാറിൽ ഒപ്പുവച്ചിരുന്നു. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ട്രൂ 5G സേവനങ്ങളുടെ സാധ്യതകൾ അവതരിപ്പിച്ച് റിലയൻസ് ജിയോ 5G അൺലിമിറ്റഡ് സേവനങ്ങൾ കോളേജ് ഓഫ് കൊമേഴ്സിലെ 3000-ഓളം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സൗജന്യമായി ആസ്വദിക്കാം. ജിയോ ട്രൂ 5G സർട്ടിഫൈഡ് ക്യാമ്പസ് സർട്ടിഫിക്കറ്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിജയമ്മ നായർക്ക് കൈമാറി. റിലയൻസ് ജിയോ സെന്റർ മാനേജർ രാകേഷ് രാജൻ, ശ്രീജിത്ത് നായർ, ജിയോ ഫൈബർ മാനേജർ വിനീത് CV എന്നിവർ സംസാരിച്ചു. ഇനി കാണാം ലോകകപ്പ് ആരവം. ഗുരുതരമാണ്.
ഇസ്രായേലിൽ നിന്നുള്ള ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തി. ഓപ്പറേഷൻ അജയയുടെ ഭാഗമായി മടങ്ങിയെത്തിയ സംഘത്തിൽ 7 മലയാളികളുണ്ട്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും കേരള ഹൌസ് അധികൃതരും വിമാനത്താവളത്തിലെത്തിയിരുന്നു. हम लोग को एक्चुअली डर नहीं लगता क्योंकि इजराइल की सिक्योरिटी बहुत स्ट्रांग है, लेकिन ये डर था कि कहीं कुछ हो जाए, कहीं कोई टेररिस्ट अटैक आ जाए, ऐसा कुछ है तो थोड़ा डर जाते हैं हम लोग. थोड़ा मतलब अब अपने देश आके एकदम से शांति मिल रही है. वेरी गुड ऑपरेशन, स्मूथ ऑपरेशन, सो लाइक नो इश्यूज एंड कंप्लेंट रिगार्डिंग द ऑपरेशन. इनिशियली सिचुएशन बहुत खराब था. इन माय एरिया इट वाज फाइन, बट या द सिचुएशन इज स्टिल टेंस, सो दैट्स व्हाई वी आर हियर. इट इज वेरी गुड इनिशिएटिव बिकॉज in north there was chance that the situation can be worse because some of the rockets were fired from Lebanon, so but inside Haifa it was very safe. And yes, about the initiative, it's very good initiative because the situation can be escalated anytime. मैं कहूँगा सराहनीय ये स्टेप है और हमें बिलीव नहीं था कि इतना जल्दी जो है ये स्टेप हमारी गवर्नमेंट लेगी और इतना प्रॉम्प्ट रिस्पांस था एम्बेसी का. मैं कहूँगा कि हैट्स ऑफ उनके लिए, ईच एंड एवरी मेंबर ऑफ द एम्बेसी. अच्छा महसूस हो रहा है एंड मैं बहुत ही थैंकफुल हूँ गवर्नमेंट ऑफ इंडिया से कि वो इतना अच्छा अरेंजमेंट किए लाने के लिए. मैं इंडियन गवर्नमेंट से कहना चाहूँगा कि मिनिस्ट्री ऑफ एक्सटर्नल अफेयर्स का बहुत ही ट्रिमेंडस जॉब है. बहुत बढ़िया काम किया उन्होंने और धीरे धीरे हमारे जो और बाकी बचे हुए भाई लोग हैं और जो सहपाठी लोग हैं वो भी आगे आ जाए तो ये बेहतर होगा. फैमिली बहुत ही पैनिक, सब डरे हुए थे कि क्या होगा, मतलब तुम लोग घर वापस आ जाओ, घर वापस आ जाओ. फिर कहते कि मतलब फ्लाइट नहीं है, बट दे आर ऑल्सो थैंकफुल फॉर आवर ऑपरेशन अजय एंड हमारे प्राइम मिनिस्टर के लिए थैंकफुल है और हमारे एक्सटर्नल अफेयर्स के लिए भी थैंक यू. और हमारी एम्बेसी है इजराइल में, वो भी वर्क कर रही है, सारे इंडियंस के अटैच में हैं, वो उनके तहत हम लोग फील कर रहे थे कि हम लोग सेफ हैं. वी आर इन कॉन्टैक्ट विद आवर नीड. As you know, today is the first flight of Operation Vijay, and this is completely in keeping with our Prime Minister's vision, Prime Minister's determination that our government, his government, will never leave any Indian behind. Any Indian anywhere in the world that finds himself or herself in harm's way, our government, our Prime Minister is determined to protect them, bring them back home safely. And I'm very glad this plane load of students and Indians have managed to fly back safely. And I think in a lot of ways we are deeply grateful to our മലയാളി സംഘം 8:20 ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. തുടർ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി ഡൽഹി കേരള ഹൌസിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം അയവില്ലാതെ തുടരുകയാണ്. ഗാസയിൽ 1500 പേരും ഇസ്രായേലിൽ 1300 പേരും കൊല്ലപ്പെട്ടു. ഗാസയിലെ സ്ഥിതി അതീവ ഗുരുതരമാണ്. ഇസ്രായേലിൽ നിന്നുള്ള ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തി. ഓപ്പറേഷൻ അജയയുടെ ഭാഗമായി മടങ്ങിയെത്തിയ സംഘത്തിൽ 7 മലയാളികളുണ്ട്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും കേരള ഹൌസ് അധികൃതരും വിമാനത്താവളത്തിലെത്തിയിരുന്നു. हम लोग को एक्चुअली डर नहीं लगता क्योंकि इजराइल की सिक्योरिटी बहुत स्ट्रांग है, लेकिन ये डर था कि कहीं कुछ हो जाए, कहीं कोई टेररिस्ट अटैक आ जाए, ऐसा कुछ है तो थोड़ा डर जाते हैं हम लोग. थोड़ा मतलब अब अपने देश आके एकदम से शांति मिल रही है. वेरी गुड ऑपरेशन, स्मूथ ऑपरेशन, सो लाइक नो इश्यूज एंड कंप्लेंट रिगार्डिंग द ऑपरेशन. इनिशियली सिचुएशन बहुत खराब था. इन माय एरिया इट वाज फाइन, बट या द सिचुएशन इज स्टिल टेंस, सो दैट्स व्हाई वी आर हियर. इट इज वेरी गुड इनिशिएटिव बिकॉज in north there was chance that the situation can be worse because some of the rockets were fired from Lebanon, so but inside Haifa it was very safe. And yes, about the initiative, it's very good initiative because the situation can be escalated anytime. मैं कहूँगा सराहनीय ये स्टेप है और हमें बिलीव नहीं था कि इतना जल्दी जो है ये स्टेप हमारी गवर्नमेंट लेगी और इतना प्रॉम्प्ट रिस्पांस था एम्बेसी का. मैं कहूँगा कि हैट्स ऑफ उनके लिए, ईच एंड एवरी मेंबर ऑफ द एम्बेसी. अच्छा महसूस हो रहा है एंड मैं बहुत ही थैंकफुल हूँ गवर्नमेंट ऑफ इंडिया से कि वो इतना अच्छा अरेंजमेंट किए लाने के लिए. मैं इंडियन गवर्नमेंट से कहना चाहूँगा कि मिनिस्ट्री ऑफ एक्सटर्नल अफेयर्स का बहुत ही ट्रिमेंडस जॉब है. बहुत बढ़िया काम किया उन्होंने और धीरे धीरे हमारे जो और बाकी बचे हुए भाई लोग हैं और जो सहपाठी लोग हैं वो भी आगे आ जाए तो ये बेहतर होगा. फैमिली बहुत ही पैनिक, सब डरे हुए थे कि क्या होगा, मतलब तुम लोग घर वापस आ जाओ, घर वापस आ जाओ. फिर कहते कि मतलब फ्लाइट नहीं है, बट दे आर ऑल्सो थैंकफुल फॉर आवर ऑपरेशन अजय
एंड हमारे प्राइम मिनिस्टर के लिए थैंकफुल है और हमारे एक्सटर्नल अफेयर्स के लिए भी थैंक यू। और हमारी एम्बेसी है इजराइल में, वो भी वर्क कर रही है, सारे इंडियंस के अटैच में हैं, वो उनके तहत हम लोग फील कर रहे थे कि हम लोग सेफ हैं। वी आर इन कॉन्टैक्ट विद आवर नीड। As you know, today is the first flight of Operation Vijay, and this is completely in keeping with our Prime Minister's vision, Prime Minister's determination that our government, his government, will never leave any Indian behind. Any Indian anywhere in the world that finds himself or herself in harm's way, our government, our Prime Minister is determined to protect them, bring them back home safely, and I'm very glad this plane load of students and Indians have managed to fly back safely, and I think in a lot of ways we are deeply grateful to our മലയാളി സംഘം 8:20 ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. തുടർ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി ഡൽഹി കേരള ഹൌസിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം അയവില്ലാതെ തുടരുകയാണ്. ഗാസയിൽ 1500 പേരും ഇസ്രായേലിൽ 1300 പേരും കൊല്ലപ്പെട്ടു. ഗാസയിലെ സ്ഥിതി അതീവ ഗുരുതരമാണ്. ഇസ്രായേലിൽ നിന്നുള്ള ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തി. ഓപ്പറേഷൻ അജയുടെ ഭാഗമായി മടങ്ങിയെത്തിയ സംഘത്തിൽ 7 മലയാളികളുണ്ട്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും കേരള ഹൌസ് അധികൃതരും വിമാനത്താവളത്തിലെത്തിയിരുന്നു. हम लोग को एक्चुअली डर नहीं लगता क्योंकि इजराइल की सिक्योरिटी बहुत स्ट्रांग है, लेकिन ये डर था कि कहीं कुछ हो जाए, कहीं कोई टेररिस्ट अटैक आ जाए, ऐसा कुछ है तो थोड़ा डर जाते हैं हम लोग। थोड़ा मतलब अब अपने देश आके एकदम से शांति मिल रही है। वेरी गुड ऑपरेशन, स्मूथ ऑपरेशन, सो लाइक नो इश्यूज एंड कंप्लेंट रिगार्डिंग द ऑपरेशन। इनिशियली सिचुएशन बहुत खराब था, इन माय एरिया इट वाज फाइन, बट या द सिचुएशन इज स्टिल टेंस, सो दैट्स व्हाई वी आर हियर। It is very good initiative because in north there was chance that the situation can be worse because some of the rockets were fired from Lebanon, so but inside Haifa it was very safe. And yes, about the initiative, it's very good initiative because the situation can be escalated anytime. मैं कहूँगा सराहनीय ये स्टेप है और हमें बिलीव नहीं था कि इतना जल्दी जो है ये स्टेप हमारी गवर्नमेंट लेगी और इतना प्रॉम्प्ट रिस्पांस था एम्बेसी का। मैं कहूँगा कि हैट्स ऑफ उनके लिए, ईच एंड एवरी मेंबर ऑफ द एम्बेसी। अच्छा महसूस हो रहा है एंड मैं बहुत ही थैंकफुल हूँ गवर्नमेंट ऑफ इंडिया से कि वो इतना अच्छा अरेंजमेंट किए लाने के लिए। मैं इंडियन गवर्नमेंट से कहना चाहूँगा कि मिनिस्ट्री ऑफ एक्सटर्नल अफेयर्स का बहुत ही ट्रिमेंडस जॉब है, बहुत बढ़िया काम किया उन्होंने और धीरे धीरे हमारे जो और बाकी बचे हुए भाई लोग हैं और जो सहपाठी लोग हैं वो भी आगे आ जाए तो ये बेहतर होगा। फैमिली बहुत ही पैनिक, सब डरे हुए थे कि क्या होगा, मतलब तुम लोग घर वापस आ जाओ, घर वापस आ जाओ। फिर कहते कि मतलब फ्लाइट नहीं है, बट दे आर ऑल्सो थैंकफुल फॉर आवर ऑपरेशन अजय एंड हमारे प्राइम मिनिस्टर के लिए थैंकफुल है और हमारे एक्सटर्नल अफेयर्स के लिए भी थैंक यू। और हमारी एम्बेसी है इजराइल में, वो भी वर्क कर रही है, सारे इंडियंस के अटैच में हैं, वो उनके तहत हम लोग फील कर रहे थे कि हम लोग सेफ हैं। वी आर इन कॉन्टैक्ट विद आवर नीड। As you know, today is the first flight of Operation Vijay, and this is completely in keeping with our Prime Minister's vision, Prime Minister's determination that our government, his government, will never leave any Indian behind. Any Indian anywhere in the world that finds himself or herself in harm's way, our government, our Prime Minister is determined to protect them, bring them back home safely, and I'm very glad this plane load of students and Indians have managed to fly back safely, and I think in a lot of ways we are deeply grateful to our മലയാളി സംഘം 8:20 ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. തുടർ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി ഡൽഹി കേരള ഹൌസിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം അയവില്ലാതെ തുടരുകയാണ്. ഗാസയിൽ 1500 പേരും ഇസ്രായേലിൽ 1300 പേരും കൊല്ലപ്പെട്ടു. ഗാസയിലെ സ്ഥിതി അതീവ ഗുരുതരമാണ്. ശേഷമാണ് പള്ളിയിൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. HV നന്ദകുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. ദിവസങ്ങളായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഈ ജൂത തെരുവിൻ്റെയും അതോടൊപ്പം തന്നെ മട്ടാഞ്ചേരിയിലെ സിനഗോഗിൻ്റെയും ഈ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. ഈ മട്ടാഞ്ചേരിയിലെ ജൂ ടൗൺ എന്ന വളരെ പ്രസിദ്ധമായ ഈ ജൂ ടൗണിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. എല്ലാ രീതിയിലുള്ള സുരക്ഷാ ഒരുക്കം ഇവിടെ നടത്തിയിട്ടുണ്ട്. ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ തന്നെ ദിവസേന വരുന്ന ഒരു സ്ഥലവും കൂടിയാണ്. ഈ കാണുന്നതാണ് സിനഗോഗ് എന്ന് പറയുന്നത്. ഒരു
ഒരുപാട് ഈ ഇസ്രായേലിലെയും അതോടൊപ്പം തന്നെ ആ ഒരു പൈതൃകം ഇന്നും നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു സിനഗോഗാണ്. ഈ സിനഗോഗിൻ്റെയും സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമായും കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ ഇന്നും ജൂത വിഭാഗം നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ പലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങൾ എപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടാലും ഈ മട്ടാഞ്ചേരിയിലെ ഈ ജൂതരും ആ ഒരു ചർച്ചയിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പലസ്തീൻ ഹമാസ് ഈ ഒരു യുദ്ധത്തിലും ഇത്തരത്തിൽ സിനഗോഗിൻ്റെയും അതോടൊപ്പം തന്നെ ജൂ ടൗണിൻ്റെയും സുരക്ഷ ഇപ്പോൾ കൂട്ടിയിട്ടുള്ളത്. നിലവിൽ മട്ടാഞ്ചേരിയിൽ 1-2 വീടുകൾ മാത്രമാണ് ഈ ജൂതരുടേതായിട്ടുള്ളൂ. അതിൽ തന്നെ താമസിക്കുന്നവരിൽ പലരും പ്രായം ഏറിയവർ തന്നെയാണ്. പക്ഷേ എന്നാലും ആ ഒരു പൈതൃകം, ആ പഴയ ഇസ്രായേലിൻ്റെ എല്ലാ പൈതൃകവും ഇന്നും കാത്തു സൂക്ഷിക്കുന്നവരാണിവർ. നമുക്ക് ഈ പിന്നിൽ കാണുന്ന പോലെ തന്നെ പോലീസിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമായും ഒരു SIയുടെ നേതൃത്വത്തിൽ 8 പോലീസ് സംഘമാണ് ഒരേ സമയം ഇവിടെ സുരക്ഷ ഒരുക്കാനായി എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കർശന പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ഇവിടെ വരുന്നവരൊക്കെ തന്നെ ഈ ജൂതപ്പള്ളിയിൽ വരുന്നവരൊക്കെ തന്നെ പ്രവേശിപ്പിക്കുന്നുള്ളൂ. എന്തായാലും കൃത്യമായ സമയമടക്കം ഈ വിനോദസഞ്ചാരികൾക്ക് അകത്തേക്ക് കയറാനും ആ ഒരു പ്രവേശനത്തിലുള്ള സമയം നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പ്രവേശന സമയത്ത് ഇപ്പോൾ കർശന സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ അകത്ത് കയറുന്ന ഓരോ ആൾക്കാർക്കും എല്ലാ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. എന്തായാലും പ്രധാനമായും ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സിനഗോഗിന് പുറമെ ഇപ്പോൾ കൊച്ചിയിലെ ഈ പ്രധാനപ്പെട്ട ജൂ ടൗൺ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രദേശത്ത് പോലീസിന്റെ കർശന സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സായുധ പോലീസും ഇത്തരത്തിൽ ഇവിടെ എത്തി സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ക്യാമറമാൻ മനോജിനൊപ്പം HP നന്ദകുമാർ, News 18.